ഈ സിനിമയിലേക്ക് ടോവി വരാൻ കാരണം എൻ്റെ കഥാപാത്രമായിരുന്നോ, എൻ്റെ പൊളിറ്റിക്സ് ആയിരുന്നോ, അല്ല വേറെ എന്തെങ്കിലും ആയിരുന്നോ? കഥയും ഡയറക്ടർ, അതെ, കഥ തീർച്ചയായിട്ടും അല്ല, ശരിക്കും ഞാനത് അല്ലെങ്കിലും ഞാൻ പറയുന്ന ഒരു സിനിമ ഞാനതിനെ ആ സിനിമയുടെ ഭാഗമാവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രധാനപ്പെട്ട കഥ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, കഥാപാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നത് ഇതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അനുരാജ് ഈ കഥ പറയുന്ന സമയത്ത് എൻ്റെ കഥാപാത്രം എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മളതിനകത്ത് കൺവിൻസ്ഡ് ആവുന്നത്. ഇതിനിടയ്ക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമയുടെ ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ ഈ ഡൈനാമിക്സ് നമുക്ക് പൂർണ്ണമായിട്ട് അറിയേയില്ല. എനിക്കൊന്നും ആർക്കും അറിയില്ല, നമുക്കത് പ്രവചിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പല സമയത്തും ഞാനും അനുരാജും തമ്മിൽ ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമയുടെ ഇപ്പോഴത്തെ പ്രസക്തി എന്തായിരിക്കും? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കഥപ്പടമാണ്, അല്ലാതെ നമ്മൾ ഇതിനകത്ത് ഗിമ്മിക്കുകളും അങ്ങനത്തെ ഒരു പരിപാടിയല്ല നമ്മൾ അത് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ പറയുന്നത് പറയപ്പെടേണ്ട സിനിമയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് ഇപ്പോഴാണോ പറയേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ സംശയം പങ്കുവച്ചിരുന്നു. അപ്പം അന്ന് അനുരാജ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പഴയ IV ശശി, ടി ദാമോദരൻ സിനിമകളുടെ പോലത്തെ. അപ്പം എനിക്കും അപ്പോഴാണ് ഇതിൻ്റെ ഒരു എങ്ങനെ ഏത് സ്കെയിലിലാണ്, ഇത് പല സ്കെയിലിൽ എടുക്കാൻ വലിയ സിനിമ, ഇത്രയും ഒന്നും കമേഴ്ഷ്യൽ സ്വഭാവം ഇല്ലാതെ ഭയങ്കര കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട്, കുറച്ചും കൂടെ ഞാൻ പറഞ്ഞ ഷോട്ടുകളുടെയും എഡിറ്റിൻ്റെയും ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. നമുക്കിതൊരു ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ ഓടിക്കാനാണ്. അപ്പോൾ കുറച്ചും കൂടെ പൊളിറ്റിക്സ് ഡയറക്റ്റായിട്ട് പറയേണ്ടി വരും.